അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മളൊക്കെ റാഹത്തായിട്ട് ഇരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. അതേപോലെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇന്ന് നമുക്കൊരു വൈറ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിട്ടോ, വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ ഞാൻ ക്രീം വയ്ക്കണതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മളെ വീഡിയോ. പിന്നെ ആകെ 5 മിനിറ്റുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കാണാൻ ശ്രദ്ധിക്കണം. ഫുൾ പാക്കിങ് ഫുള്ള് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ്. പിന്നെ സ്റ്റാർട്ടിങ്ങിലെല്ലാം റെഡി ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ റെഡി ആയതിന് ശേഷമുള്ളത് മാത്രമാണ്. അല്ലാതെ ഞാനത് കുഴക്കണതും പരത്തണതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. വീഡിയോസ് എടുക്കാനേ നിന്നിട്ടില്ല. ഫോണ് ട്രൈപോഡിൽ വെച്ചങ്ങാണ്ട് വീഡിയോ എടുത്തിട്ടേ ഇല്ല, കയ്യിൽ വെച്ചങ്ങാണ്ടില്ല വീഡിയോ മാത്രമേ ഉള്ളൂ ഇട്ടെന്ന്. അപ്പോൾ ഇതാ പേരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കേക്കിൽ നമ്മൾ പിന്നെ ഇത് ഇന്നലെ വൈകുന്നേരം പറഞ്ഞൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പേരൊക്കെ എഴുതിങ്ങാണ്ട് നമ്മൾ കൊടുത്തിക്കണം. ഉള്ളിൽ വൈറ്റ് ആണ്, പുറത്ത് ഞാൻ സദാ ഇങ്ങനെ ക്രീം ചെറിയ സിമ്പിളായിട്ടുള്ളൊരു മോഡൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് വീഡിയോ അല്ല നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് കുറച്ച് ഒരു 100 സംതിങ് പൂവട ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഒരു 120 പൂവട ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് ഞാൻ തേങ്ങയൊക്കെ കുറേ ചിരകി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ കലത്തപ്പാണ്. അപ്പോൾ ഇന്ന് ഞാൻ കലത്തപ്പം ഇത് കടയ്ക്ക് കൊടുത്തതല്ല കേട്ടോ. ഇത് നമ്മളെ ഇവിടെ ഒരാൾ പറഞ്ഞത് നമ്മളെ ആവശ്യത്തിന് ഉണ്ടാക്കി, നമ്മളെ കുട്ടികൾ പറഞ്ഞപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഇന്നിങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് കാണുന്നതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരുന്നുണ്ട്. മറ്റേത് ഞാൻ കട്ട് ചെയ്യാതെ അങ്ങനെ കൊടുക്കലാണ് കേട്ടോ. ഒന്ന് ഇങ്ങനെ കൊടുത്തിക്കണ്, അവർക്ക് ഒന്ന് കട്ട് ചെയ്യാതെ കൊടുത്തിക്കണം. പിന്നെ പൊരിച്ച പത്തിരിയാണ്. അതും ഞാനിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്താണ്. എന്നത് കാണിച്ചു തരുന്നില്ലേ വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഞാൻ ചുട്ടിട്ടിങ്ങനെ ഉണ്ണിയപ്പമാണ്. ഇത് ചെറിയ ഉണ്ണിയപ്പമല്ല, വലിയ ഉണ്ണിയപ്പം. എന്ന് നമ്മൾ ഉണ്ടാക്കണ ഉണ്ണിയപ്പമല്ല, വലിയ ഉണ്ണിയപ്പമാണെന്ന് ചുട്ടിക്കണത്. അപ്പം അത് നമ്മൾ പിന്നെ ഉണ്ണിയപ്പമൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ കുറേ പ്രാവശ്യം നമ്മളെ ചാനലിൽ ഇട്ടതും റെസിപ്പി പറഞ്ഞതൊക്കെയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ചെറിയ സാധാ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് തന്നെയാണ്. വലിയത് മതി എന്ന് പറഞ്ഞിട്ട് ഒരു കടി 10 രൂപക്കൊക്കെ വാങ്ങൂലേ, അങ്ങനത്തെ കടിയായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വലിയത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓരോ കടി വെച്ച് കൊടുക്കണേ. അപ്പോൾ പിന്നെ ചെറിയ തീയിലാണ് ഇത് വേവിച്ചത്. നല്ലോണം തീ കത്തിച്ചാണ്ട് അങ്ങനെ കരിച്ചെടുക്കൊന്നുമില്ല. ഞാനിത് ഓരോ ട്രിപ്പ് പറഞ്ഞിട്ട് എൻ്റെ വേറെ പണിക്ക് അങ്ങനെ പോകും. അപ്പോൾ ഓരോ സൈഡിൽ ഇങ്ങനെ വേകണത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് വെന്ത് വരുന്ന ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ആ കുഴിക്ക് പറഞ്ഞ് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്നെ നോക്കി നിൽക്കൊന്നും വേണ്ട. തീ കുറച്ച് വെച്ചുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നില്ല. ഇങ്ങനെ ആവണീനനുസരിച്ച് ഇപ്പുറത്തേക്ക് മാറ്റി കൊടുക്കണുണ്ട്. അത് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കണുണ്ട്. അടുത്തത് ഇങ്ങനെ ഞാൻ ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ വേറെ കൊട്ടയ്ക്ക് ഇങ്ങനെ എണ്ണ പോയതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ണിയപ്പത്തിൻ്റെ വിശേഷങ്ങൾ. ഉണ്ണിയപ്പമൊക്കെ ഇതാ റെഡി ആയിക്കണേ. ഇനി നമുക്ക് പൂവട ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ പൂവടക്ക് പൊടിയൊക്കെ ഞാൻ വാട്ടി നമ്മളെ തിണ്ടൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം തിണ്ടിലിട്ട് കൊടുത്തിക്കണേ. അപ്പോൾ ഇനി പൊടിയൊക്കെ ഒന്ന് ചൂടാറി വരണം. പിന്നെ അതാ ഇത്രയും തേങ്ങ ഞാൻ ചിരവിക്കണം. അപ്പോൾ ഇതൊക്കെ അടുപ്പിൻ്റെ ഇവിടെ കൊടുന്ന് വെച്ചേക്കാണ് കേട്ടോ. ഓരോന്നും ഉണ്ടാക്കുമ്പോൾ ഞാൻ പിന്നെ വിറകിൻ്റെ കൂട്ടത്തിൽ ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. നമ്മളെ ചിരട്ടനെ അലുവടുപ്പിൽ ചിരട്ട കത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഡെയിലി കത്തിക്കുന്നുണ്ട് മക്കളെ കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ ഇതാ നമ്മളിന്ന് വീട്ടിലത്തെ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കിയ കടി റവപ്പുമാവാണ്. പിന്നെ ഇതാ നമ്മൾ ആ തേങ്ങ കാണിച്ചെന്നില്ലേ, ആ തേങ്ങയിലൊക്കെ ഞാൻ ശർക്കരയൊക്കെ പിന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കണ്. പിന്നെ ഇതാ പൊടിയൊക്കെ കുഴച്ച് ഉരുട്ടി വെച്ചിരിക്കണ്. ഇത്ര ഇനിയും വാട്ടിക്കാണ്ട് ഇനിയും കുഴച്ചെടുക്കാനുണ്ട് കേട്ടോ. ഈ ഉരുളോണ്ടൊന്നും എവിടെ എത്തൂല. അപ്പോൾ അതൊക്കെ ഞാൻ പൂവടാക്കി എടുത്തിക്കണം. എല്ലാ എണ്ണം തികഞ്ഞിക്കണ്. അപ്പോൾ ഇനി ബോക്സിലാക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പർ ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് എണ്ണയിങ്ങാണ്ട് ഇതിങ്ങനെ പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊതിയാനുള്ള കാരണം പിന്നെ ഇത് നമ്മളെ അടുക്കാകുണ്ട് സ്കൂൾക്കാണ്. അപ്പോൾ മാഷിനോട് പറഞ്ഞതിന് പിന്നെ മേലത്തെ സ്റ്റാഫ് റൂമൊക്കെ ഇങ്ങനെ ഒരു 37 വേറെ പൊതിയോണ്ടിന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിങ്ങനെ വേറെ എണ്ണിങ്ങാണ്ട് നമ്മൾ കറക്റ്റാക്കിങ്ങാണ്ട് പൊതിയാണ് കേട്ടോ. പിന്നെ എന്നോട് മക്കളെ നമ്മളെ എന്താ പറയുക, കമൻറ്റിൽ ഞാനൊരു കമൻറ്റ് കണ്ടീന് ഗ്ലൗസ് ഞാൻ ഇടണില്ല എന്ന് പറഞ്ഞങ്ങാണ്ട് ഒരു കമൻറ്റ് കണ്ടീന്. അതിൻ്റെ ശ്രദ്ധയിൽ പെടാഞ്ഞിട്ടല്ല.
ഞാനിത് ഏത് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുക പുറത്തേക്ക് കൊടുക്കാൻ ഉണ്ടാക്കണം നമുക്ക് ഉണ്ടാക്കുകയാണല്ലോ ഞാൻ കൈ നന്നായിട്ട് കഴുകി വൃത്തിയായി തുടച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൽ തൊടൽ കേട്ടോ. നന്നായിട്ട് വൃത്തിയായതിന് ശേഷമാണ് ഇതിൽ തൊടൽ. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോകുകയാണെങ്കിൽ പിന്നെ പണി ഇതിൻ്റെ അടിയിൽ നിന്ന് വേറെ പണി നമ്മൾ മാറി ചോറ് ഊറ്റാൻ അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പണി അടുക്കളയിൽ ഉണ്ടാവുമല്ലോ അതിന് നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ കൈയാകും വീണ്ടും ഞാൻ തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഞാൻ നമ്മളെ ഈ പലഹാരത്തുമൊക്കെ തൊടൽ. പക്ഷേ എന്നാലും നിങ്ങൾ പറഞ്ഞത് ഞാൻ നിരസിക്കണില്ല. ഇൻഷാ അള്ളാ ഞാൻ എന്തായാലും ഇപ്പം അടുത്ത് ഗ്ലൗസ് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കണ്. എന്തായാലും നമ്മൾ ഗ്ലൗസൊക്കെ വാങ്ങട്ടെ ഇനി. അപ്പോൾ ഇതാ പൂവടയൊക്കെ ബാക്കിയുള്ളത് ബോക്സിലൊക്കെ പിന്നെ എണ്ണ തിട്ടപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഞാൻ എന്നും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ കമൻറ്റിലൂടെയാണ് കേട്ടോ നമ്മൾ ഓരോ അഭിപ്രായങ്ങളും നമ്മളെ വീഡിയോസിൻ്റെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്.